ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഡിസംബർ 28 നമ്മുടെ 10th പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസ് എക്സാം നടക്കുവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ഏകദേശം 10 മാർക്കിനാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഫിസിക്കൽ സയൻസ്, നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും കൂടി 10 മാർക്ക്. അപ്പൊ ഈ ഒരു 10 മാർക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ഏറ്റവും പുതിയതായിട്ട് PSC ചോദിച്ചിരിക്കുന്ന ഒരു 20ഓളം ക്വസ്റ്റ്യൻസ്, ഈ പറയുന്ന എല്ലാ ടോപ്പിക്കുകളിൽ നിന്നുള്ള ഒരു 20 അല്ല 30ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമുക്ക് ഇനിയുള്ള പരീക്ഷകളിലും പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളും PSC എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ 30 ക്വസ്റ്റ്യൻസും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് ഫാക്ട്സും കൂടി നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? അത് ഹൃദ്രോഗമായിരുന്നു. ഹൃദ്രോഗം ഏറ്റവും കൂടുതൽ പേർക്കുള്ള രോഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രമേഹമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പേർ മരണമുണ്ടാക്കിയത് അത് ഏതാണ്? ഹൃദ്രോഗമാണ്. അതായത് നമുക്കറിയാം, ഇതിൽ നമുക്ക് പഠിക്കേണ്ട കുറച്ച് ഫാക്ട്സ് എന്ന് പറയുന്നത്, ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 2010 ഇത് ഇപ്പൊ കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 2010. അതേപോലെ തന്നെ 2021 ഐക്യരാഷ്ട്രസഭയിൽ എന്താണ് കേരളത്തിന് ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു? ഈ ജീവിതശൈലി രോഗ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രമേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? November 14 ലോക പ്രമേഹ ദിനം. ഒരു നീല കളറിലുള്ള ഒരു വൃത്തമാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ലോഗോ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ നമുക്കറിയാം പ്രമേഹം എന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 എന്ന് പറയുന്നത് ശരിക്കും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് പറ്റാത്ത അവസ്ഥയാണ്. ഈ ടൈപ്പ് 2 പ്രമേഹമാണ് പൊതുവെ ജീവിതശൈലി രോഗം എന്ന് പറയുന്ന ടൈപ്പ് 2 പ്രമേഹമാണ്. അപ്പൊ എന്നാണ് 2010 എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 2010 ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് കേരളത്തിൽ ലഭിച്ചത് 2021 ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് എന്ത്? താലോലം. റിപ്പീറ്റഡ് PYQ ആണ്. ഒത്തിരി തവണ PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ താലോലം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ മറ്റൊന്നാണ് ചോദിക്കുന്നത് മൃതസഞ്ജീവനി. നമുക്കറിയാം മസ്തിഷ്ക മരണം സംഭവിച്ചവർക്ക് എന്താണ് അവയവദാനം നൽകുന്ന ബന്ധപ്പെട്ട പദ്ധതിയാണ് എന്ത്? മൃതസഞ്ജീവനി എന്ന് പറയുന്നത്. ആർദ്രം പദ്ധതി എന്ന് പറഞ്ഞാൽ നവകേരള മിഷന്റെ ഭാഗമായിട്ട് 4 പദ്ധതികളാണ് കൊണ്ടുവന്നത്. അതിലൊന്നാണ് ആർദ്രം എന്ന് പറയുന്നത്. എന്താണ് ആർദ്രം എന്ന് പറയുന്നത്? സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ചതാണ് ആർദ്രം എന്ന് പറയുന്നത്. ഈ ആർദ്രം പദ്ധതി 2017 വരുന്നത്. അതും കൂടി ചോദിക്കാറുണ്ട്. സുകൃതം. എന്താണ് സുകൃതം? സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് എന്ത്? സുകൃതം എന്ന് പറയുന്നത്. സൗജന്യ ക്യാൻസർ ചികിത്സ. എന്താണ് മന്ദഹാസം പദ്ധതി? എന്താണ് വയോജനങ്ങൾക്ക് എന്താണ് കൃത്രിമ ദന്തനിര വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് എന്ത്? മന്ദഹാസം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭമാണ് എന്ത്? ശ്രുതി തരംഗം. എന്താണ്? ശ്രുതി തരംഗം. ഇനി അതേപോലെ തന്നെ ഈ സ്നേഹസാന്ത്വനം എന്താണ്? സ്നേഹസാന്ത്വനം എന്ന് പറഞ്ഞാൽ എൻഡോസൾഫാൻ ബാധിതർക്ക് നൽകുന്ന എൻഡോസൾഫാൻ ദുരിത പ്രദേശത്തുള്ള അവർക്ക് നൽകുന്ന എന്താണ്? ധനസഹായമാണ് സ്നേഹസ്വാന്തനം. ഇനി ഈ ശ്രുതി തരംഗത്തിന്റെ ബാക്കിയായിട്ട് വരുന്നത് പദ്ധതിയാണ് എന്ത്? ധ്വനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. അപ്പൊ അങ്ങനെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തുടർ ചികിത്സ. അതാണ് ഈ ശ്രുതി തരംഗം എന്ന് പറയുന്നത്. എന്താണ് സമാശ്വാസം എന്ന് പറഞ്ഞാൽ? സമാശ്വാസം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 4 പദ്ധതികളുണ്ട്. അതിലെന്ന് പറയുമ്പോൾ എന്താണ്? BPL വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ സമാശ്വാസം പദ്ധതി ഉള്ളത്. അതിലൊന്നെന്ന് പറയുന്ന ഡയാലിസിസ് രോഗികൾക്കുള്ള മാസമുള്ള ഒരു ധനസഹായമുണ്ട്. 2 പറയുന്നത് വൃക്ക കരളക്കം മാറ്റിവെച്ചവർക്ക്. ഓക്കെ, വൃക്കയും കരളൊക്കെ മാറ്റിവെച്ചവർക്ക് ഏകദേശം 5 വർഷത്തോളം ധനസഹായം നൽകുന്ന പദ്ധതിയുണ്ട്, സമാശ്വാസം 2 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പിന്നെയുള്ളത് ഹീമോഫീലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സമാശ്വാസം 3 എന്ന് പറയുന്നത്. സമാശ്വാസം 4 എന്ന് പറയുന്നതാണ് സിക്കിൾ സെൽ അനീമിയയായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ കുറച്ച് സമാശ്വാസം എന്ന് പറയുമ്പോൾ മെയിൻലി എന്താണ്? BPL ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വേണ്ടിയുള്ള ചികിത്സാ സഹായ പദ്ധതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. നമുക്കറിയാം ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ വരുന്നതാണ് എന്താ? പെർനീഷ്യസ് അനീമിയ, ജീവകം B12.
നമുക്കറിയാം സി എന്ന് പറയുമ്പോൾ എന്താണ്? സ്കർവിയാണ് അല്ലെ. വന്ധ്യത വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലമാണ്. നിശാന്തത വൈറ്റമിൻ എയുടേതാണ്. ഡി ആണെങ്കിൽ എന്താണ്? റിക്കറ്റ്സ് അഥവാ കണ എന്ന് പറയും. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. അപ്പൊ ഇപ്രാവശ്യം അവർ ചോദിച്ച് നോക്കിക്കേ, B12 പെർനീഷ്യസ് അനീമിയ. അപ്പൊ നമുക്കറിയാം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. B1 വൈറ്റമിൻ B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? ബെറി എന്ന് പറയുന്നത് B1 ആണ്. ഇനി B2 എന്ന് പറയുന്നത് ത്വക്ക് സംബന്ധമായ രോഗങ്ങളും വളർച്ചാ മാന്ദ്യമൊക്കെ സംഭവിക്കുന്നത്. ത്വക്ക് സംബന്ധവും വളർച്ചാ മാന്ദ്യമൊക്കെ B2 ആണ്. നെക്സ്റ്റ് B3 എന്ന് പറഞ്ഞാൽ എന്താണ്? B3 പെല്ലഗ്ര. B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് എന്ത്? പെല്ലഗ്ര എന്ന് പറയുന്ന. B4 ഇല്ല. അടുത്തത് ഏതാണ്? B5 എന്ന് പറയുമ്പോൾ എന്താണത്? പരസ്തീഷ്യ എന്ന് പറയും. പരസ്തീഷ്യ. ഓക്കെ. അതേപോലെ തന്നെ B6 എന്ന് പറയുമ്പോൾ എന്താണ്? B6 ആണ് അനീമിയ. വെറും അനീമിയ എന്ന് പറയുന്നത് B6 ആണ്. ഇനി B7 ഉണ്ട്. B7 എന്താണ്? B7 എന്ന് പറയുന്നത് ഡെർമറ്റൈറ്റിസ് ആണ്. അതേപോലെ എൻഡ്രൈറ്റിസും ഡെർമറ്റൈറ്റിസും എന്താണ്? B7ന്റെ അപര്യാപ്തത മൂലമാണ്. അടുത്തതാണ് B9 ആണ് എന്ത്? വിളർച്ച. B9ന്റെ കുറവ് മൂലമാണ് വിളർച്ച. അതേപോലെ തന്നെ മറ്റൊന്നാണ് എന്ത്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്താണ്? B9ന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഇനി നെക്സ്റ്റ് ഏതാണ്? B12 ആണ് പെർനീഷ്യസ് അനീമിയ. ഓക്കെ അല്ലെ. അപ്പൊ ഇത്രയുമാണ്. അതേപോലെ ഇനി ഒരെണ്ണം കൂടി പറയാനുണ്ട്. വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങളാണ്. ഇത്രയുമാണ് വൈറ്റമിൻസ്, ജീവകത്തിന്റെ അപര്യാപ്തത മൂലം നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരിയാണ് എന്താ? ബോർഡെറ്റെല്ല പെർട്ടൂസിസ്. എന്താണ്? ബോർഡെറ്റെല്ല പെർട്ടൂസിസ്. നമുക്കറിയാം പെർട്ടൂസിസ് എന്ന് പറയുന്നത് എന്താണ്? വില്ലൻ ചുമ. എന്താണ്? DPT വാക്സിൻ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. എന്താണ്? P എന്ന് പറയുന്നത് പെർട്ടൂസിസ് ആണ്. അത് മിക്കപ്പോഴും പരീക്ഷയ്ക്ക് തോന്നുന്നത് DPT എന്ന വാക്സിൻ എന്തിനൊക്കെയാണ്? ഡിഫ്തീരിയ, പെർട്ടൂസിസ് അല്ലെങ്കിൽ പെർട്ടൂസിസിന് പകരം അവർ എന്ത് തരും? ഈ വില്ലൻ ചുമ എന്ന പേര് നൽകുക. അപ്പൊ നമ്മൾ ഈ P ആയിട്ട് കണക്ട് ചെയ്ത് നോക്കിയിട്ട് അത് തെറ്റിച്ച് കളയാറാണ് പതിവ്. അപ്പൊ DPT, P എന്ന് പറയുന്ന പെർട്ടൂസിസ് ആണെന്ന് പറഞ്ഞാൽ വില്ലൻ ചുമയാണ്. എങ്കിൽ വിബ്രിയോ കോളറ എന്താണ്? നമുക്ക് പേര് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ. കോളറയാണ്. പിന്നെയുള്ളതാണ് സാൽമൊണല്ല ടൈഫി. എന്തായിരിക്കും അത്? ടൈഫോയിഡ് സാൽമൊണല്ല ടൈഫീസ്. ടൈഫോയിഡിന് കാരണമാകുന്ന രോഗകാരിയാണ് സാൽമൊണല്ല ടൈഫി. അതേപോലെ അടുത്തതാണ് ട്രിപ്പോനിമ പലേഡിയം എന്ന് പറയുന്ന എന്താണ്? സിഫിലസിന് കാരണമാകുന്ന രോഗാണുവാണ് എന്ത്? ട്രിപ്പോനിമ പലേഡിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കുഷ്ഠം എന്താണ്? മൈക്രോബാക്ടീരിയം ലെപ്രസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ മൈക്രോബാക്ടീരിയം ലെപ്ര എന്താണ്? കുഷ്ഠത്തിന് കാരണമാകുന്ന രോഗാണുവാണ്. ആന്റിബയോട്ടിക്സിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഓപ്പറേഷൻ അമൃത്. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് ആരാണ്? അത് കാറ്റലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാനുമാണ്. നമ്മൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ് വൈദ്യശാസ്ത്ര നോബൽ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പഠിക്കാനുണ്ട് ആരൊക്കെയാണ്? കാറ്റലിൻ 2023. 2024 ആരൊക്കെയാണ്? വിക്ടർ അംബ്രോസും അതേപോലെ തന്നെ ആരാണ്? ഗാരി റുക്കനുമാണ്. രണ്ടുപേരുണ്ട്, വിക്ടർ അംബ്രോസും. ഇത് 2024 ഇത് ഡിസംബർ 10 ഇത് എന്ത് കൊടുക്കുന്നത്? നോബൽ പ്രൈസ് കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും നോബൽ പ്രൈസ് അനൗൺസ് ചെയ്തത് ഈ ഇടക്കായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈ 28 പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കുറവായിരിക്കും. പക്ഷെ വരും പരീക്ഷകൾക്ക് ഈ ഒരു 2024 നോബൽ പ്രൈസ് ഉറപ്പായിട്ടും അത് എന്തായാലും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും 2024 നോബൽ പ്രൈസ് എന്ന് പറയുന്നത്. എങ്കിലും നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്കും വിട്ടുകളയരുത്. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വേണം പോകാനായിട്ട്. 2023 വൈദ്യശാസ്ത്ര നോബൽ കാറ്റലിൻ കാരിക്കോ ആൻഡ് ഡ്രൂ വെയ്സ്മാൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതായത് കോവിഡ് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട mRNA വാക്സിൻ അതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു എന്ത്? കാറ്റലിൻ കാരിക്കോയ്ക്കും ഡ്രൂ വെയ്സ്മാനും 2023 വൈദ്യശാസ്ത്ര നോബൽ. ഇനി വിക്ടർ അംബ്രോസും ഗാരി റുക്കനും ഇവർക്ക് എന്തിനായിരുന്നു? ഇവർക്ക് കിട്ടിയത് മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിനും അതേപോലെ തന്നെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിനും വേണ്ടിയിട്ടുള്ളതായിരുന്നു. മൈക്രോ ആർ എൻ എയുമായി ബന്ധപ്പെട്ടതാണ് ഇവർക്ക് 2024 ഈ രണ്ടുപേർക്കും നോബൽ പ്രൈസ് ലഭിച്ചത്. നെക്സ്റ്റ് നോക്കാം.
2024 ലോക ആരോഗ്യ ദിന പ്രമേയം എന്താണ്? എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നുള്ളതാണ് 2024 ലോകാരോഗ്യ ദിന പ്രമേയം. നമുക്കിനി അറിയേണ്ടത് ഏതാണ്? ഡിസംബർ 1 എന്താണ്? ലോക എയ്ഡ്സ് ദിനമാണ് അല്ലെ ഡിസംബർ 1. അതിന്റെ ആപ്തവാക്യം എന്തായിരുന്നു? എയ്ഡ്സ് ദിനത്തിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ടേക്ക് ദ റൈറ്റ് പാത്ത്. ടേക്ക് ദ റൈറ്റ് പാത്ത്. ഇതായിരുന്നു എന്താ ഡിസംബർ 1 എയ്ഡ്സ് ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ലോകാരോഗ്യ ദിനം എന്നാണ്. ലോകാരോഗ്യ ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. അതേപോലെ തന്നെ നവംബർ 14 എന്താണ്? നവംബർ 14 എന്ന് പറയുന്നത് നമുക്കറിയാം ലോക പ്രമേഹ ദിനമാണ്. എന്താണ്? തടസ്സങ്ങൾ തകർക്കുക, വിടവുകൾ നികത്തുക എന്നുള്ളതായിരുന്നു 2024 നവംബർ 14 ലോക പ്രമേഹ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. ഇതിനെ ശരിക്കും മലയാളീകരിച്ച് വരുമ്പോഴുള്ള കുഴപ്പമാണ്. ശരിക്കും ഈ ടേക്ക് ദ റൈറ്റ് പാത്ത് എന്ന് പറയുന്നതാണ് നമുക്ക് അതിന്റെ കറക്റ്റ്. അതിന്റെ മലയാളീകരിച്ച് വരുമ്പോൾ അത് എങ്ങനെ വരുമെന്ന് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴേക്കും കിട്ടുന്നത് അവകാശങ്ങളുടെ പാത. അതൊന്നും അല്ല ശരിക്കും, അല്ലെ? ശരിയായ പാത സ്വീകരിക്കുക എന്നുള്ളതായിരിക്കും ടേക്ക് ദ റൈറ്റ് പാത്ത് എന്ന് പറഞ്ഞ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം ഏതാണ്? ആർദ്രം മിഷനാണ്. ഓക്കെ, അതായത് നമുക്കറിയാം നവകേരള മിഷന്റെ ഭാഗമായിട്ട് 4 പദ്ധതികളാണ് കൊണ്ടുവന്നത്. അത് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ നവകേരള മിഷന്റെ ഭാഗമല്ലാത്തത് ഏതെന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ആർദ്രമാണ്, പിന്നെയുള്ളത് ലൈഫ് മിഷനാണ്, പിന്നെയുള്ളത് ഹരിത കേരളം, പിന്നെയുള്ളത് പൊതുവിദ്യാഭ്യാസത്തിന്റെ സംരക്ഷണം. ഈ 4 പദ്ധതികളാണ് അവർ നവകേരള മിഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ആർദ്ര മിഷൻ എന്തായിരുന്നു? അതായത് രോഗി സൗഹൃദമാക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ ഈ പറയുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലുകളൊക്കെ എന്താണ്? രോഗി സൗഹൃദമാക്കുക എന്നുള്ളത്, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആർദ്ര മിഷൻ എന്ന് പറയുന്നത്. കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം എന്താ? കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്താണ്? കുരങ്ങുപനി അറിയപ്പെടുന്ന പേരാണ് എന്താ? കാസനൂർ ഫോറസ്റ്റ് ഡിസീസ്. എന്താണ്? അതേപോലെ മറ്റൊന്നാണ് സ്ലിം ഡിസീസ്. എന്താണ്? എപ്പോഴും ചോദിക്കുന്നതാണ് സ്ലിം ഡിസീസ്. എന്താണ്? അത് എയ്ഡ്സ് ആണ്. എയ്ഡ്സ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്ലിം ഡിസീസ്. പിന്നെന്താണ്? ചതുപ്പ് പനി എന്ന് പറയുന്നത് എന്താണ്? ചതുപ്പ് പനി. അതേപോലെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇതൊക്കെ മലമ്പനിയാണ്, മലമ്പനി. അതേപോലെ കറുത്ത മരണം എന്ന് പറയുന്നത് പ്ലേഗ് ആണ്. പ്ലേഗ് എങ്കിൽ ചോദിക്കാറുണ്ട് വെളുത്ത പ്ലേഗ് ഏതാണ്? വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് അത് ക്ഷയമാണ്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം. അതേപോലെ തന്നെ ഹാൻസൻസ് രോഗം. എന്താണ് ഹാൻസൻസ് രോഗം? ഇത് ചോദിക്കാറുള്ളതാണ്. ഹാൻസൻസ് രോഗം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കുഷ്ഠമാണ്. കുഷ്ഠത്തെയാണ് ഹാൻസൻസ് രോഗം എന്നറിയുന്നത്. അതേപോലെ ചോദിച്ചിട്ടുള്ളതാണ് വിഷൂചിക എന്നറിയപ്പെടുന്ന രോഗം ഏത്? വിഷൂചിക ഏതാണ്? കോളറ അറിയപ്പെടുന്ന ഒരു പേരാണ് എന്ത്? വിഷൂചിക. അതേപോലെ ബ്ലൂ ഡെത്ത് എന്ന് പറയുന്നതും കോളറയാണ്. ഇനി ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്ന ഏതാണ്? ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്നത് ഗോയിറ്റർ ആണ്. ഗോയിറ്റർ. നെക്സ്റ്റ് ആണ് ക്രിസ്മസ് രോഗം. എന്താണ് ക്രിസ്മസ് രോഗം? രാജകീയ രോഗം എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹീമോഫീലിയ ആണെന്ന്. അത് തന്നെയാണ് ക്രിസ്മസ് രോഗവും. ഹീമോഫീലിയ രാജകീയ രോഗം എന്നറിയപ്പെടുന്നതും ക്രിസ്മസ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഹീമോഫീലിയയാണ്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിന്റെ പേരാണ് എന്ത്? ഹാവിഷുവർ. എന്താണ് ഹാവിഷുവർ? എങ്കിൽ ചോദിക്കട്ടെ BCG വാക്സിൻ എന്തിനാണ്? BCG വാക്സിൻ ക്ഷയത്തിനെതിരെയുള്ള വാക്സിൻ ആണ് BCG എന്ന് പറയുന്നത്. DPT നമ്മൾ നേരത്തെ പറഞ്ഞു. DPT എന്താണ്? ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. അതേപോലെ തന്നെ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഏതാണ്? പെൻഡാവാലന്റ് എന്ന് പറയുന്നത് ഇപ്പറയുന്ന DPT, അതായത് ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസും ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ 2 എണ്ണം കൂടിയുണ്ട്. എന്തൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് ബിയും അതേപോലെ തന്നെ ഹീമോഫീലിയ ഇൻഫ്ലുവൻസ ബി എന്ന് പറയുന്നത്. ഇങ്ങനെ 5 അസുഖങ്ങൾക്കാണ് പെൻഡാവാലന്റ് വരുന്നത്. ഇനി MMR എന്തിനാണ്? MMR എന്ന് പറയുന്നത് മീസിൽസ്, അതേപോലെ മംസ്, പിന്നെ ഏതാണ്? R എന്ന് പറയുന്നത് റുബല്ല. ഈ 3 രോഗങ്ങൾക്കാണ് MMR വാക്സിൻ വരുന്നത്.
ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. എന്താണ്? അപ്പൊ ജനന സമയത്തുള്ള അസ്ഥികളും എന്താണ്, നിലവിൽ എത്ര അസ്ഥികൾ അല്ലെ നമുക്ക് ഉണ്ടാവുന്നത്, എത്രയാണ്? 300ഉം 206ഉമാണ് നമ്മുടെ അസ്ഥികളുടെ എണ്ണം. അതായത് ജനിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും 300ഓളം അസ്ഥികൾ ഉണ്ടാകും. അതെന്താകും? 206 കുറയും. നോക്കാം നമുക്ക്. ഇതാണ് മനുഷ്യ അസ്ഥികൂടത്തെ നമ്മൾ എങ്ങനെയൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്? അക്ഷാസ്ഥികൂടം എന്നും അനുബന്ധ അസ്ഥികൂടം എന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഈ അക്ഷാസ്ഥികൂടത്തിലെ 80 കണ്ട, ശരീരത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് എന്താണ്, സെൻട്രൽ ആക്സിസ്, കേന്ദ്ര അക്ഷത്തിൽ ഉൾക്കൊള്ളുന്ന അസ്ഥികളെയാണ്, ഇതിനെയാണ് നമ്മൾ അക്ഷാസ്ഥികൂടം എന്ന് പറയുന്നത്. അനുബന്ധാസ്ഥികൂടം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കേന്ദ്ര അക്ഷത്തിൽ നിന്ന് അല്ലെ അതിനനുബന്ധിച്ച് വരുന്ന അസ്ഥികളെയാണ്. അപ്പൊ അവിടെ നോക്കാം, തലയോടെന്ന് പറയുന്നത് 29ആണ്. മാറൽ എത്ര ഉണ്ട്? മാറൽ എന്ന് പറയുന്നത് 1ആണ്. വാരിയല്ല് 24ഉം നട്ടെല്ലാണെങ്കിലോ നട്ടെല്ല് 26ഉമാണ്. അങ്ങനെയാണ് മൊത്തം ടോട്ടൽ എത്ര വരുന്നത്? 80 അക്ഷാസ്ഥികൂടം വരുന്നത്. ഇനി അനുബന്ധാസ്ഥികൂടത്തിൽ തോൾവലയത്തിൽ 4 ഉണ്ട്. ഇനി ശ്രേണി വലയത്തിൽ എത്ര എണ്ണമാണ്? 2 ഉണ്ട്. കൈകളിൽ 2 കൈകളിലുമായിട്ട് നമുക്ക് 60 2 കാലുകളിലായിട്ട് നമുക്ക് എത്രയുണ്ട്? 60 ഉണ്ട്. അങ്ങനെയാണ് 60 60 120 120 മാറും 126 അക്ഷാസ്ഥികൂട അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ നമുക്ക് പഠിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അസ്ഥിയുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? വലിയ അസ്ഥി എന്ന് പറയുന്നത് നമുക്കറിയാം തുടയെല്ല് അല്ലെ. തുടയെല്ല് അഥവാ ഫീമർ ആണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. തുടയെല്ല് അഥവാ ഫീമർ. ഏറ്റവും ചെറുത് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് സ്റ്റേപ്പിസ് ആണ്. നമുക്കറിയാം ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറുതെന്ന് പറയുന്നത്. അതേപോലെ നട്ടെല്ലിൽ നമുക്ക് കശേരുക്കളുടെ നമ്മൾ അതൊന്ന് പഠിച്ചു വെക്കണം. ആദ്യത്തെ കശേരുവിന്റെ പേരെന്ന് പറയുന്നത് അറ്റ്ലസ് എന്നാണ്. അറ്റ്ലസ് നട്ടെല്ലിലെ ആദ്യത്തെ കശേരുവിന്റെ പേര്. രണ്ടാമത്തെ കശേരുവിന്റെ പേര് ആക്സിസ് എന്നാണ്. ഇത് പലപ്പോഴും അതായത് ഇങ്ങനെ റെയർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അറ്റ്ലസ്, ആക്സിസ്. ലാസ്റ്റ് കശേരുവിന്റെ പേരെന്ന് പറയുന്നത് കോക്സിക്സ്. എന്താണ്? കോക്സിക്സ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ലോല, പയർ. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കുക. ലോല എന്ന് പറയുന്ന പയറാണ്. ഹ്രസ്വ എന്ന് പറയുന്ന നെല്ലാണ്. സൽകീർത്തി എന്ന് പറയുന്ന വെണ്ടയാണ്. ചന്ദ്രശങ്കര എന്ന് പറയുന്നത് എന്താണ്? തെങ്ങാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു സൽകീർത്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ലോല, മാലിക അങ്ങനെ പയറിന്റെ വിത്തനങ്ങളും കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന നെല്ല് ഇതെല്ലാം പരീക്ഷയ്ക്ക് ഇവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊന്ന് പഠിച്ചു വെച്ചാലോ. ഇത് നമ്മുടെ 7ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് അല്ല, പഴയ ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക്കാണ്. എന്താണ്? നെല്ലിന്റെ ഇനങ്ങളാണ് എന്ത്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ എന്ന് പറയുന്ന നെല്ലാണ്. നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഇത്രയും പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവുള്ളേ. പയർ എന്ന് പറയുന്നത് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളകാണെങ്കിൽ എന്താണ്? ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ അല്ലെ. ഇത് കഴിച്ചാൽ എന്താ? ജ്വലിക്കും നമ്മുടെ വായയ്ക്ക്, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹം. വെണ്ട എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? കിരണുണ്ട്, അർക്കയുണ്ട്, അനാമികയുണ്ട്, സൽകീർത്തിയുണ്ട്. വഴുതനയാണെങ്കിൽ ഏതൊക്കെയാണ്? സൂര്യ, ശ്വേത, ഹരിത, നീലിമ. തക്കാളി ആണെങ്കിലോ മുക്തി, അനഘ, അക്ഷയ. അതേപോലെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചന്ദ്രശങ്കര എന്നത് ഏതൊക്കെ ഇനം നെല്ലുകൾ തമ്മിൽ ജോയിൻ ചെയ്താണെന്നുള്ളത്. നെല്ലല്ല, തെങ്ങുകൾ. ഏതൊക്കെയാണ്? ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും. പഠിച്ചു വെക്കുക. ചന്ദ്രലക്ഷയാണെങ്കിലോ ലക്ഷദ്വീപ് ഓർഡിനറിയും എന്താണ്? ചാവക്കാട് ഓറഞ്ചുമാണ്. ലക്ഷഗംഗ എന്താണ്? ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാ ബോന്ധവുമാണ്. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ലക്ഷഗംഗ അല്ലെ, ലക്ഷദ്വീപ്, ഇത് ലക്ഷദ്വീപും ഇത് ഗംഗാ ബോന്ധവും. അതേപോലെ തന്നെ ചന്ദ്ര വരുന്നത് ചാവക്കാട് ഓറഞ്ച് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ലക്ഷ വരുന്നത് എവിടെയാണ്? ലക്ഷദ്വീപ് ഓർഡിനറിയുമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരുന്ന പേരെന്താണ്? എന്താണ്? MAL. എന്താണ്? MAL. എന്താണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? മയലിൻ ആൻഡ് ലിംഫോസൈറ്റ് പ്രോട്ടീൻ എന്നുള്ളതാണ്. MAL. അപ്പൊ പുതിയ രക്തഗ്രൂപ്പാണ്. നമ്മുടെ ഈ സെപ്റ്റംബറിലായിരുന്നു ഈ സംഭവം നടന്നത്. അതായത് നമ്മുടെ പത്രത്തിലൊക്കെ വന്നതായിരുന്നു. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പാണ് എന്ത്? MAL. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതിയാണ് എന്ത്? അമൃതം ആരോഗ്യം.
ഇത് നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കാര്യം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമൃതം ആരോഗ്യം പദ്ധതിയിൽ ഉൾപ്പെടാത്ത പദ്ധതി എന്നൊക്കെ പറഞ്ഞു. അതായത് ഈ പറയുന്ന അമൃതം ആരോഗ്യം എന്ന് പറയുന്ന പദ്ധതിയിൽ, അതായത് അമൃതം ആരോഗ്യം എന്ന് പറഞ്ഞാൽ 30 വയസ്സിന് മേലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ എന്താണ് സൗജന്യമായിട്ട് രോഗനിർണയവും ചികിത്സയും ഒക്കെയാണ് ഈ അമൃതം ആരോഗ്യം എന്ന് പറയുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിന്റെ കീഴിൽ 9 പദ്ധതികളുണ്ട്. അതിലൊന്നാണ് എന്ത് ശ്വാസ് എന്ന് പറയുന്നത്. എന്താണ്? അതായത് സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസ്, അതായത് നമ്മുടെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ളതാണ്. പിന്നെയുള്ളതായിരുന്നു IHCI എന്ന് പറയുന്ന IHCI. എന്താണ്? അതായത് ഇന്ത്യ ഹൈപ്പർ ടെൻഷൻ, അതായത് ഹൈപ്പർ ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരുന്നു IHCI എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് എന്ത്? നമ്മുടെ നയനാമൃതം. ഓക്കെ. അതേപോലെ നാലാമത് വരുന്നതാണ് എന്ത്? പാദസ്പർശം, ഡയബറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് പാദസ്പർശം. അഞ്ചാമത്തെ പദ്ധതിയാണ് എന്ത്? ക്യാൻസർ ചികിത്സ. ആറാമത് വരുന്നത് എന്താണ്? സിറാസ്, അതായത് സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി നെക്സ്റ്റ് 7ാമത്തെ പദ്ധതിയാണ് എന്ത്? 360 ഡിഗ്രി മെറ്റബോളിക് സെന്റർ എന്ന് പറയുന്നത്. 360 ഡിഗ്രി മെറ്റബോളിക് സെന്റർ, അതായത് ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എറണാകുളം മെഡിക്കൽ ജനറൽ ഹോസ്പിറ്റലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സെന്റർ ഉണ്ടാവും. അത് ഈ അമൃതം ആരോഗ്യം പദ്ധതിയുടെ കീഴിലാണ് ഈ 360 ഡിഗ്രി മെറ്റബോളിക് എക്സലൻസ് സെന്റർ ഫോർ എക്സലൻസ് എന്ന് പറയുന്നത്. സെന്റർ ഫോർ എക്സലൻസ്. ഓക്കെ. 8ാമത്തെ പദ്ധതി എന്ന് പറയുന്നത് പോപ്പുലേഷൻ ബേസ്ഡ് സ്ക്രീനിങ് ആണ്. പോപ്പുലേഷൻ ബേസ്ഡ് സ്ക്രീനിങ്. ഇനി 9ാമത്തെ പദ്ധതി എന്ന് പറയുന്നത് CAPD ആണ്. അതായത് ഡയാലിസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. CAPD ആണ്. അതായത് എന്താണ്? ചെലവ് കുറഞ്ഞ CAPD ക്ലിനിക് എന്ന് പറയും. ചെലവ് കുറഞ്ഞ CAPD ടെക്നിക്ക് ഉപയോഗിച്ച് ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോസസ്സാണ് CAPD എന്ന് പറയുന്നത്. ഈ 9 ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്ക്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് താഴെ തന്നിരിക്കുന്നവയിൽ അമൃതം ആരോഗ്യം പദ്ധതിയുമായി ബന്ധപ്പെടാത്തതെന്നും പറഞ്ഞിട്ട് ഈ നയനാമൃതം ഉണ്ടായിരുന്നു, ഈ പറയുന്ന പാദസ്പർശം ഉണ്ടായിരുന്നു, ഈ പറയുന്ന അതായിരുന്നു തോന്നുന്നു. അങ്ങനെ ഏതോ നയനാമൃതവും പാദസ്പർശവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 തന്നിട്ട് കൂട്ടത്തിൽ പെടാത്തതായിരുന്നു ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക. അമൃതം ആരോഗ്യം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ്. അതിന്റെ കീഴിൽ 9 സെക്ഷൻസ് ഉണ്ട്. അതിലാണ് ഈ പറയുന്ന 9 നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ആരാണ്? JP നഡ്ഡയാണ്. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനമാണ് എന്ത്? ജ്യോതിസ് എന്ന് പറയുന്നത്. ജ്യോതിസ്. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേരാണ് എന്ത്? സഹജ. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്കാണ് എന്തെന്ന് പറയുന്നത്? നിലമ്പൂരാണ് കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എന്ന് പറയുന്നത്. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാതയാണ് എന്താ? പ്ലാസ്മോഡെസ്മേറ്റ. ഈ ഇടക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. LGSന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട്. കാര്യം ഇനി നമുക്ക് സാധാരണ ഈ കോശദ്രവ്യ മന്ത്രദ്രവ്യ ജാലികയൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്. 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 9ാം ക്ലാസ്സിലെ, അതായത് 7, 9 സയൻസിന്റെ ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. നല്ല വൃത്തിക്ക് ആ 4 ചാപ്റ്ററും പഠിച്ചിട്ട് 10th പ്രിലിംസിന് പോകാവുള്ളൂ. കാര്യം സയൻസ് പോർഷനിൽ നിന്ന് ആ ഒരു 4 ചാപ്റ്ററുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മൾ ഇങ്ങനത്തെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അതായത് ആ 4 ചാപ്റ്റർ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് ഈ പറയുന്ന നമ്മുടെ സർക്കാരിന്റെ പദ്ധതികൾ ഒഴികെ ബാക്കി നല്ല മാർക്ക് ഒരു 10 മാർക്കിൽ ഒരു 7 മാർക്ക് നമുക്ക് ആ ഒരു സെക്ഷനിൽ നമുക്ക് ആ ഒരു ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല രീതിക്ക് നല്ല ഡീപ്പായിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ നല്ല രീതിക്ക് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഫൈബ്രിനോജൻ ആണ്. ആൽബുമിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ, BP നിയന്ത്രിക്കാനാണ്. ഗ്ലോബുലിൻ എന്തിനാണ്? നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടാണ് ഗ്ലോബുലിൻ. അപ്പൊ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. പ്ലാസ്മയിലെ 3 എന്തൊക്കെയാണ് പ്ലാസ്മ പ്രോട്ടീൻസ്? ഫൈബ്രിനോജൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ. ആൽബുമിൻ ബ്ലഡ് പ്രഷറിനും, ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിനും, ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാനുമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറയുന്നത്? അത് കരളാണ്.
കരളിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് കരളിനെ പറ്റി? നമുക്കറിയാം, മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ചോദിച്ചു കഴിഞ്ഞാലും കരളാണ്. മനുഷ്യശരീരത്തിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം അല്ലെ. അതേപോലെ തന്നെ നമുക്ക് ആന്തരിക അവയവം എന്ന് പറയുമ്പോൾ അറിയാല്ല, അതായത് നമ്മുടെ ഉള്ളിലെ ഉള്ളത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് നമ്മുടെ ത്വക്കാണ്. അപ്പൊ ആന്തരിക അവയവം ചോദിച്ചു കഴിഞ്ഞാൽ അത് കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം, ആദ്യത്തെ ഏറ്റവും വലുത് ചോദിച്ചാൽ നമുക്കറിയാം ത്വക്കാണെന്ന്. മനുഷ്യ ശരീരത്തിലെ ആന്തരിക അവയവമല്ല, മനുഷ്യ ശരീരം മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവമാണ് നമ്മുടെ കരൾ എന്ന് പറയുന്നത്. മനുഷ്യരിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്. മനുഷ്യരിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവമാണ് എന്ത്? നമ്മുടെ കരൾ എന്ന് പറയുന്നത്. അതേപോലെ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം നമ്മുടെ കരളാണ്. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യരിലെ അവയവം പുനരുജ്ജീവനം. വീണ്ടും എന്താണ് പുനരുജ്ജീവനം? വീണ്ടും അത് അല്ലെ മുളച്ചു വരും എന്ന് പറയും. അതായത് കരളിന് എന്തെങ്കിലും കുഴപ്പം വന്നാലും കരൾ സ്വയം എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കരൾ മുറിച്ചു കളഞ്ഞാലും എന്താണ്? വീണ്ടും അവിടെ ജോയിൻ ആയിട്ട് വന്നോളും. 2 ലോബുകളുള്ള അവയവമാണ് കരൾ എന്ന് പറയുന്നത്. അതേപോലെ ഏറ്റവും കൂടുതൽ കൊഴുപ്പ്, താപം ഏറ്റവും കൂടുതലാണ്. ഇരുമ്പ് സംഭരിക്കുന്നതാണ്. കൊഴുപ്പ് സംഭരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ കരളിലാണ്. അതേപോലെ തന്നെ വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നത് നമ്മുടെ കരളാണ്. വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നതും അതേപോലെ തന്നെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നതും ഒക്കെ എന്താണ്? കരളാണ്. അപ്പൊ ഒന്ന് പഠിച്ചു വെക്കുക കരൾ എന്ന് പറയുന്നത്. അതേപോലെ സസ്യങ്ങളിൽ കാണുന്ന ബീറ്റാ കരോട്ടിൻ ഇല്ലേ, അത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അതായത് ഇങ്ങനെയായിരുന്നു, ക്യാരറ്റിൽ ധാരാളമുള്ള ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിൻ എ ആയി മാറുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ 2021 പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട്. അത് എവിടെയാണ്? കരളാണ്. അതായത് ബീറ്റാ കരോട്ടിൻ, നമുക്കറിയാം ക്യാരറ്റിലുള്ളത് ബീറ്റാ കരോട്ടിൻ ആണ്. ബീറ്റാ കരോട്ടിൻ എന്തായിട്ട് മാറുന്നത്? വൈറ്റമിൻ എ ആയിട്ട് മാറുന്നത് നമ്മുടെ കരളിൽ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നത് കരളാണ്. യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവമാണ് നമ്മുടെ കരൾ എന്ന് പറയുന്നത്. ഇതൊക്കെ കരളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്. കുറച്ച് ഫാക്ട്സ് ആണ് പറയുന്നത്. ഇരുമ്പ് സംഭരിക്കുന്നത്, താപം കൂടുതൽ, പുനരുജ്ജീവന ശേഷിയുണ്ട്, കൊഴുപ്പ് കൂടുതൽ സംഭരിക്കുന്നുണ്ട്, വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നത്, അതേപോലെ ബീറ്റാ കരോട്ടിനെ വൈറ്റമിൻ എ ആക്കി മാറ്റുന്നതും കരളിലാണ്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരാണെന്ത്? കർസാപ്പ്. എന്താണ് കർസാപ്പ്? എന്താണ് കർസാപ്പ് എന്ന് പറയുന്നത്? കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ഇതാണ് കർസാപ്പിന്റെ ഫുൾ ഫോം കേട്ടോ. അതേപോലെ പഠിച്ചു വെക്കുക, 2018 ഒക്ടോബറിലാണ് ഈ കർമ്മ പദ്ധതി തുടങ്ങുന്നത്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 2018 ഒക്ടോബർ. കർസാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജി ആക്ഷൻ പ്ലാൻ. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് ഏത്? ആസാം എന്ന് പറയുന്നത്. എവിടെയാണ് ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്തത്? ആസാമിലാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഇത്? നാഗാലാൻഡ്. താഴെ പറയുന്നവയിൽ തൊഴിൽ ജന്യ രോഗം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. തൊഴിൽ ജന്യ രോഗം നമുക്കറിയാം, ചില തൊഴിലിടങ്ങളിൽ ഉള്ള അസുഖമാണ് എന്തെന്ന് പറയുന്നത്? തൊഴിൽ ജന്യ രോഗം എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് എന്ത്? സിലിക്കോസിസ് എവിടെയാണ്? നമുക്കറിയാം പാറമട, അതേപോലെ ടിന്ന്, മൈക്ക, സ്വർണ്ണഖനി, ഇവിടെയൊക്കെ ഉള്ള തൊഴിലാളികൾക്ക് വരുന്ന അസുഖമാണ് എന്ത്? സിലിക്കോസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ന്യൂമോകോണിയോസിസ് എവിടെയാണ്? കൽക്കരി ഖനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വരുന്നതാണ് ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത്. ആസ്ബറ്റോസിസ് എന്ന് പറയുന്നത് ആസ്ബറ്റോസ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർക്ക് വരുന്ന അസുഖമാണ് ആസ്ബറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തൊഴിൽജന്യ രോഗം അല്ലാത്തതല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഏതാണ് ആൻസർ? സോറിയാസിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ്? ഇൻഡോ ബർമ, വടക്കു കിഴക്കൻ ഹിമാലയം, അതേപോലെ തന്നെ പശ്ചിമഘട്ടം. പിന്നെ ഏതൊക്കെയാണ്? ഹിമാലയമുണ്ട്, പശ്ചിമഘട്ടമുണ്ട്, ഇൻഡോ ബർമയുണ്ട്, പിന്നെ ഉള്ളത് സുന്ദർലാൻഡ് ആണ്. ഇത്രയുമാണ് ഇന്ത്യയിലെ 4 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അത് ഈ 4 എണ്ണമാണ്: ഇൻഡോ ബർമ, വടക്കു കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം, സുന്ദർലാൻഡ്സ് എന്ന് പറയുന്നത്.
വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ഏതിനാണ്? പോളോ പോണി. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക. എവിടെയാണ്? മണിപ്പൂർ സർക്കാരാണ്. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനിയാണ് ഇത് ആസ്ട്രാസെനക്ക എന്ന് പറയുന്നത്. DNA-യിലെ നൈട്രോജനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത്. നമുക്കറിയാം DNA-യില് 4 നൈട്രജൻ ബേസുകളാണുള്ളത്. അതിലൊന്നാണ് അഡിനിൻ, തൈമീൻ, അടുത്തത് ഏതാണ്? ഗുവാനിൻ, സൈറ്റോസിൻ. ഇങ്ങനെ 4 എണ്ണമാണ്. യുറാസിൽ എവിടെയാണ്? യുറാസിൽ എന്ന് പറയുന്നത് തൈമീന് പകരമായിട്ട് എവിടെയുള്ളത്? RNA-യിൽ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്? യുറാസിൽ എന്ന് പറയുന്നത്. അപ്പൊ DNA-യിൽ ഉൾപ്പെടാത്ത ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? യുറാസിലാണ്. അപ്പൊ എങ്ങനെയാണ്? അഡിനിൻ തൈമീനുമായിട്ടും ഗുവാനിൻ സൈറ്റോസിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ RNA-യിൽ ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് യുറാസിലാണ്. തൈമീന് പകരമായിട്ടാണ് RNA-യിൽ എന്തുള്ളത്? യുറാസിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ 30 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം ഇതേപോലെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് പഠിച്ചു പോകാം. അപ്പൊ എല്ലാവരും നല്ല രീതിക്ക് എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.